എന്റെ പൊന്നോ, കാറ്റത്തെ കിളിക്കൂട് ഒരു രക്ഷയില്ലാത്ത പ്രൊമോയാട്ടോ കൂട്ടുകാരൻ. നമ്മുടെ നിധി തിരികെ കിളിക്കൂട്ടിലേക്ക്. ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അല്ലെ ഗൈസ്. എന്തായാലും നമ്മുടെ നിധി ആ ഒരു ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ സുധീഷ് ആ ഹോസ്റ്റലിന്റെ പുറത്ത് വന്ന് കുറെ ബലൂൺ ഐ എം വെരി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലൂൺ ഇങ്ങനെ പറത്തിച്ചൊക്കെ വിടുക. ലാസ്റ്റ് നമ്മുടെ നിധി സൈ കയറിട്ട് പുറത്തു വന്ന് നമ്മുടെ സുധീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇമാതിരി തക്കിട തരികിട പരിപാടികളൊന്നും എന്റെ അടുത്ത് ചെലവാകൂല എന്നൊക്കെ പറയാണ്. അപ്പൊ സുധീഷ് ഐ എം സോറി, ഞാനത് എനിക്ക് പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞ് കുറെ മാപ്പ് പറയുന്നുണ്ട്. അപ്പൊ നിധി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നമ്മുടെ സുധീഷിനെ ആട്ടി ഇറക്കുമായിരുന്നേ. പിന്നീട് നമ്മുടെ നിധീനെ കാണാൻ അച്ഛൻ, നമ്മുടെ സുധീഷിന്റെ സുഭാഷിന്റെ ഒക്കെ അച്ഛൻ വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, മോളെ അന്ന് അവൻ അങ്ങനെ പെരുമാറാൻ കാരണം ഞാനാ മോളെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മുടെ നിധി ഇങ്ങനെ രാത്രിയും ഹോസ്റ്റലിന്റെ പുറത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഐ എം വെരി സോറി എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും കുറെ കാർഡുകളും ബലൂണുകളും, രാവിലെ കണ്ണു തുറന്ന് ജനലിൽ കൂടെ നോക്കുമ്പോഴും നമ്മുടെ സുധീഷ് ഐ എം വെരി സോറി എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ ഒരു പൊളി രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമ്മുടെ വീക്ക്ലി പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ലാസ്റ്റ് സഹി കെട്ട് നമ്മുടെ നിധി പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് തിരികെ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് വരുന്ന കിടിലൻ ദൃശ്യങ്ങളാണ് കേട്ടോ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. അപ്പൊ നിധി വേഗം കേറി ആ റൂമിലേക്ക് വരുമ്പോ നമ്മുടെ സുധീഷ് ആ കട്ടിലിൽ കിടക്കുമായിരിക്കും. അപ്പൊ സുധീഷ് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്പി നോക്കുവാ, ഇത് സത്യമാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ നിധി പറയുന്നുണ്ട്, ഹലോ ഇത് ഞാൻ തന്നെ എന്ന് പറയുമ്പോ നമ്മുടെ സുധീഷ് എന്റെ പൊന്നെ എന്ന് പറഞ്ഞ് അവളെ കട്ടിലിൽ തന്നെ തലയിറങ്ങി വീഴുന്നുണ്ട്. അങ്ങനത്തെ വളരെ രസകരമായിട്ടുള്ള കിടിലൻ ഒരു എപ്പിസോഡുകളാട്ടോ കൂട്ടുകാരെ വരുന്ന ഒരാഴ്ച വരാൻ പോകുന്നത്. കാത്തിരുന്നേനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.